നമസ്കാരം. മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ആശീർവാദവുമില്ലാതെ ADGP അജിത് കുമാർ RSS നേതാക്കളുമായി ചർച്ച ചെയ്യില്ല എന്ന് രാഷ്ട്രീയ കേരളം വിശ്വസിക്കുമ്പോഴും അതിന്റെ പേരിൽ ഒരു അന്വേഷണത്തിന് പോകുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ADGP തന്നെ ആ സന്ദർശനം ശരിവച്ച പശ്ചാത്തലത്തിലാണ് അന്വേഷണ പ്രഹസനം എന്തിന് എന്ന ചോദ്യം ഉയരുന്നത്. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ 2 തവണ കണ്ടത് ഇന്ന് അങ്ങാടിപ്പാട്ടാണ്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി തൃശൂർ വിദ്യാമന്ദിറിൽ നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂറോളമാണ് നീണ്ടത്. രണ്ടാമത്തെ കൂടിക്കാഴ്ച കോവളത്ത് വെച്ച് രാം മാധവുമായിട്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ബിസിനസ് സുഹൃത്തുക്കളും പങ്കെടുത്തിരുന്നു. 2 കൂടിക്കാഴ്ചകളെ സംബന്ധിച്ച റിപ്പോർട്ടുകളും അന്നേരം മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായിട്ടായിരുന്നു ADGPയുടെ ആദ്യ കൂടിക്കാഴ്ച. തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിരത്തിൽ നടന്ന RSS ക്യാമ്പിനിടെയാണ് കൂടിക്കാഴ്ച നടന്നത്. 2023 മെയ് 2-നാണ് കൂടിക്കാഴ്ച. ഒരു മുറിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നതെന്നും 1 മണിക്കൂറോളം നീണ്ടുവെന്നുമാണ് വിവരം. ആ കൂടിക്കാഴ്ചയിൽ RSS നേതാവ് A ജയകുമാറും പങ്കെടുത്തിരുന്നു. ജയകുമാറിന്റെ വാഹനത്തിലാണ് അജിത് കുമാർ പോയതെന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് തൃശൂരിലെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയും സർക്കാരും മൗനം പാലിക്കുകയായിരുന്നു. ആ മൗനം എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാളായി തൂങ്ങിക്കിടക്കുന്നത്. രണ്ടാമത്തെ കൂടിക്കാഴ്ച നടന്നത് 2023 ജൂൺ 2-ന് കോവളത്തെ ഹോട്ടലിലാണ്. ADGP അജിത് കുമാർ RSS നേതാവ് റാം മാധവിനെ കണ്ടുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇതും മുഖ്യമന്ത്രി മുഖവിലക്കെടുത്തില്ലെങ്കിൽ അത് തികച്ചും അസ്വാഭാവികമാണെന്ന് പറയാതെ വയ്യ. അതായത് 10 ദിവസത്തിനുള്ളിൽ 2 RSSകാരുമായി ADGP കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ ചർച്ചയായി എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. അതേസമയം ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷിക്കും എന്നാണ് പറഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ആർക്കും ഇതിന്റെ ചുമതല നൽകേണ്ടെന്നാണ് തീരുമാനം. കൂടിക്കാഴ്ചയിൽ സർവീസ് ചട്ടലംഘനമോ അധികാര ദുർവിനിയോഗമോ ഉണ്ടോ എന്നായിരിക്കും അന്വേഷിക്കുക. വീഴ്ച കണ്ടെത്തിയാൽ നടപടിയെടുക്കാനും ആലോചനയുണ്ട്. ഈ അന്വേഷണമായിരിക്കും ആദ്യം പൂർത്തിയാക്കുക. ഇതിനുശേഷമായിരിക്കും അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങളിലെ അന്വേഷണം. ഏറ്റവും ഗുരുതരമായ ആരോപണം എന്ന നിലയ്ക്കാണ് ADGP RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് ആദ്യം തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് DGPയുടെ നീക്കം. സന്ദർശനം ADGP എന്ന നിലയ്ക്കായിരുന്നോ, ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നോ എന്നൊക്കെയും അന്വേഷിക്കും. RSS നേതാവുമായി ADGP കൂടിക്കാഴ്ച നടത്തിയ വിവരം പുറത്തു വന്നത് സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു. RSS ADGP കൂടിക്കാഴ്ച സംബന്ധിച്ച് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ടും സർക്കാർ ഇത് അവഗണിച്ചത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷമടക്കം കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കൂടിക്കാഴ്ച നടന്നതായി ADGP തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ ഇപ്പോൾ പാർട്ടി പോലും സർക്കാരിനെ കൈയൊഴിഞ്ഞ സാഹചര്യത്തിലാണ് അന്വേഷണം നടത്താനുള്ള തീരുമാനം. ADGP RSS കൂടിക്കാഴ്ചയിൽ പാർട്ടിയെ കൂട്ടിക്കെട്ടേണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ സർക്കാരും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും കടുത്ത പ്രതിരോധത്തിലായതോടെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. അജിത് കുമാറിനെ മാറ്റാൻ ഇടതുമുന്നണിക്കുള്ളിൽ സമ്മർദ്ദമേറിയിട്ടുണ്ട്. കൂടിക്കാഴ്ച എന്തിനെന്നറിയണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു. ഗൂഢാലോചനകൾ പുറത്തു വരട്ടെ എന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും പറഞ്ഞിരുന്നു. അതേസമയം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരുടെ കേസുകൾ ഒത്തുതീർപ്പാക്കാനും തൃശൂരിൽ BJPയെ ജയിപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് ADGP RSS നേതാവിനെ കണ്ടത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച RSS CPM ഡീലിന്റെ ഭാഗമാണെന്നും VD സതീശൻ ആരോപിച്ചിരുന്നു. അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് ദൂതുമായി പോയതാണ് എന്നതിൽ സംശയമില്ലെന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രി ദൂതന്മാരെ അയക്കുകയാണെന്നും സതീശൻ ആരോപിച്ചു. എന്ത് അന്വേഷണം നടന്നാലും ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിച്ചാണോ ADGPയുടെ സന്ദർശനം എന്നതല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സന്ദർശനം എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി, ആര് നിയോഗിച്ചിട്ടാണ് ADGP RSS നേതാക്കളെ കണ്ടത് എന്നൊക്കെയാണ്.